ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ ബൈക്ക് മേടിക്കാൻ പോവാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു സൈക്കിളല്ലേ. ഞാൻ കുറേ കാലമായിട്ട് ഈ സൈക്കിൾ ചവിട്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിലേ കുറച്ച് ക്യാഷ് കിട്ടി. നമുക്കിനി ഒരു പുതിയ ബൈക്ക് ഇങ്ങ് മേടിക്കാം. ഈ ഷോറൂമിൽ പിന്നെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ടോ. അവിടെ പിന്നെ നിഞ്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ നിഞ്ചൊന്നും വേണ്ട, അത്ര ബഡ്ജറ്റ് ഇല്ല. ഇവിടെ പിന്നെ ഡ്യൂക്ക് ഉണ്ട്, RC ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഇത് ഏത് ബൈക്ക്? ഇത് പൾസർ അല്ലേ? തൽക്കാലം ഇതങ്ങ് പർച്ചേസ് ചെയ്യാം. പൾസർ പിന്നെ നൈസ് ബൈക്കാ. നമുക്കപ്പോൾ അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. ഞാൻ പിന്നെ ബ്ലാക്ക് കളറിൽ എടുത്തേ. നമുക്കിതിൻ്റെ കളർ മാറ്റിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഈ ബൈക്കിൻ്റെ കളർ മാറ്റണ്ട. ബ്ലാക്ക് കളറിൽ കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ബൈക്കിലേ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. അന്നേരം ഇത് നല്ല സ്പീഡിൽ പോവും. ഞാൻ പക്ഷെ അറിയാണ്ട് ഒരുത്തനെ ഇടിച്ചിട്ടു. ഇപ്പോഴത്തെ പോലീസുകാരെ എൻ്റെ പിന്നാലെ വരിക. ഇവരിനി നമ്മളെ വെറുതെ വിടില്ല, അത് ഉറപ്പാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവന്മാരെങ്ങ് തീർത്തളയാം. ഈ ബൈക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അവിടെ ജാക്കേ, നീ നുറ്റപ്പണി കാണിച്ചേ. നീ ഒരുത്തനെ വണ്ടി ഇടിച്ച് കൊന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനേ ജയിലിൽ കൊണ്ടുപോകും. ശരിക്കും നിങ്ങളെന്നെ ജയിലിൽ കൊണ്ടുപോവാ? എനിക്കൊന്ന് കാണണല്ലോ. വാടാ, വന്ന് തല്ലടാ. എന്നെ ജയിലിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതേ കിടക്കണോ അവിടെ? ഇയാളിത് അവിടെ നിന്ന് കയറി വന്ന് ചാവട അങ്ങോട്ട്. തല്ലും കൊണ്ട് ചാവടാ. ഇയാളെന്താ ചാവാത്ത? താനെന്തുട്ടാ കഴിക്കണ്? എന്നാ പിടിച്ചോ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. അവിടെ പിന്നെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കത്തിച്ചളയാം. അതിൻ്റെ ആവശ്യമില്ല ഇനി. ഇതെന്തത്? പോലീസുകാർ കൂടി കൂടി വരാണല്ലോ. ഇവന്മാർക്ക് പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ല. വീണ്ടും എൻ്റെ അടുത്തേക്ക് വരും. അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ടെ വേഗം സ്ഥലം വിടാം. ഇവരായിട്ട് ഫൈറ്റ് ചെയ്യുന്നല്ലേ ശരിയാവില്ല. പോലീസുകാർ കൂടി കൂടി വരുള്ളൂ. എനിക്കാണെങ്കിൽ 4 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടിയേക്കാ. തൽക്കാലം ഈ വാട്ടർ ലെവലൊക്കെ പോട്ടെ. ഇത് പോവാണ്ട് എനിക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. വാട്ടർ ലെവലൊക്കെ പോയി. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്കില്ലേ അതൊന്ന് മോഡിഫൈ ചെയ്യാം. ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം, അല്ലാണ്ട് ഓവറാക്കണില്ല. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാം. ഇവിടെ പിന്നെ വണ്ടി മോഡിഫൈ ചെയ്യാനേ പൈസയൊന്നും വേണ്ട, എല്ലാം ഫ്രീയാ. നമുക്കപ്പോൾ ഈ ബൈക്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് കളർ മാറ്റണ. റെഡ് വേണ്ട, ഗ്രീന് വേണ്ട. ബ്ലാക്ക് മതി. ഫുൾ ബ്ലാക്ക് വലിയ കുഴപ്പമില്ല. ഇതിൽ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്ക് കളറ് ചോപ്പ് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണ. സ്റ്റിക്കർ ഒട്ടിച്ച കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി സൈഡിലും ഒരെണ്ണം ഒട്ടിക്കാം. ഏതൊട്ടിക്കുക? ഇത് മതി. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരെണ്ണം ഒട്ടിക്കാം. വണ്ടി കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. തൽക്കാലം ഇത്രയൊക്കെ മോഡിഫൈ ചെയ്താൽ മതി. ടയറിൻ്റെ സൈസൊന്നും കൂട്ടാൻ നിൽക്കണില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡ് നോക്കാം. ഞാൻ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ? നൈട്രോ ഇട്ടപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ക്യാരക്ടർ വീലടിക്കുന്നുണ്ട് കേട്ടാ. ഇത് കണ്ടില്ലേ? നൈട്രോ ഇട്ടപ്പോൾ ആള് വീലടിക്കുക. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം. നമ്മുടെ ആള് പിന്നെ ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പണിപ്പാളും. ഇവനങ്ങനെ അത്ര പെട്ടെന്ന് വീഴൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തേക്കാണ് കേട്ടാ. നമുക്ക് ഈ ബൈക്കും കൊണ്ട് മേലേക്ക് പോവാം. മേലെ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെ പിന്നെ TV ഉണ്ട്. നമുക്ക് കുറച്ചു നേരം ഇരുന്ന് TV കാണാം. TV-യിൽ വല്ല ന്യൂസൊക്കെ ഇരുന്ന് കാണാം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിൻ്റെ പിന്നിൽ ആരും നിൽക്കണേ? ഒരു വലിയ സാധനം. ഒരു പെണ്ണാണല്ലോ. ആ പെണ്ണിനെ ഞാൻ എവിടെ കണ്ടിട്ടല്ലോ. എവിടെ കണ്ടത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ പെണ്ണിനാണെങ്കിൽ ബോഡി ഗാർഡ്സും ഉണ്ട്. ഇവർ പക്ഷേ ഫ്രാങ്ക്ലിനെ കൊല്ലാൻ പോവാ. എന്താ അവരുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവണില്ല. വെയിറ്റ് എ മിനിറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടാ. ഇതാ സ്ക്വിഡ് ഗെയിമിലത്തെ പെണ്ണല്ലേ? അതെ, ഇതാ സ്ക്വിഡ് ഗെയിമിലെ പെണ്ണാ.
ഇവരിപ്പോ എന്തിനാ ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ചെയ്ത്? ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവർക്ക് എന്നിട്ട് കിട്ടാ? അതെനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ടായാലും നമുക്കേ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് ഫ്രാങ്ക്ലിനെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ ബോഡി ഗാർഡ്സിന്റെ കയ്യിലെ ഗണ്ണൊക്കെ ഉണ്ട്. അവർ ഏത് സമയത്തും ഫ്രാങ്ക്ലിനെ വെടിവെച്ച് കൊല്ലും. അതിപ്പോൾ ഞാൻ ഏതായാലും സമ്മതിക്കില്ല. എൻ്റെ കയ്യിൽ പിന്നെ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ട്. നമുക്കപ്പോൾ ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3D സിറ്റിയിൽ പോവാം. നമ്മുടെ ഫ്രാങ്ക്ലിൻ അവിടെ ഉള്ളത്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവനെ രക്ഷിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിൽ വന്നേക്കാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ്റെ വീട് പിന്നെ അടിയിൽ എനിക്ക് കാണാണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഹെലികോപ്റ്ററിൽ നിന്ന് ചാടാം. എന്നിട്ട് നേരെ അടിയിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ പിന്നെ പാരച്യൂട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സേഫായിട്ട് ലാൻഡ് ചെയ്യാം. അവിടെ പിന്നെ എനിക്ക് കുറച്ച് ആൾക്കാരെ കാണാണ്ട്. നമുക്കപ്പോൾ അവന്മാരെ കൊല്ലേണ്ടി വരും. നമുക്കപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യാം. അയ്യോ, ഇതെങ്ങോട്ടേക്കാണ് പോണേ? അടിയിലേക്ക് പോവല്ലേ? ജസ്റ്റ് മിസ്സട്ടാ. അടിയിലേക്ക് പോയെങ്കിൽ പണിപ്പാളിയെന്നെ. എന്തെങ്കിലും ആട്ടെ. ഗൈസ്, ഇത് കണ്ടില്ലേ? എല്ലാവരും അടിയിൽ നിൽക്കുന്നുണ്ട്. ഇവന്മാരെ പക്ഷേ എന്നെ കണ്ടില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. എൻ്റെ കയ്യിൽ പിന്നെ സ്നൈപ്പർ ഉണ്ട്. ഇവരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എവിടെന്നാ വെടിയേക്കണേന്ന്. നമ്മളെങ്ങനെ എല്ലാത്തിനും കൊന്നളഞ്ഞു. ആ ബോഡി ഗാർഡ്സിനെ കൊന്നു. നമുക്കപ്പോൾ അടിയിലേക്ക് പോവാം. ഇവൻ ചത്തില്ലേ? ചാവട അങ്ങോട്ട്, ചാവ്. എടാ ജാക്ക്, നീയാ? അതെ, ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ചെയ്യണത് വലിയൊരു തെറ്റാ. ഇതിന് നീ എന്തായാലും അനുഭവിക്കും. ശരി, അത്രയ്ക്കയ്യ. എൻ്റെ കൂട്ടുകാരനെ കിഡ്നാപ്പ് ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കാ. ഇതിനെ കൊല്ലാനേ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനെ ഇടിച്ചു കൊല്ലാം. ഹൈറ്റ് ഉണ്ടായിട്ട് വലിയ കയറുന്നില്ല. എന്താ ഈ ചത്ത? ഇത് ഇത്രയും പെട്ടെന്ന് ചത്ത? അയ്യേ, ഇത്ര ഉള്ള? ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ. എടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നേ. എടാ ജാക്കേ, എന്തൊക്കെ പറഞ്ഞാലും നീ കറക്റ്റ് ടൈമിലാണ് വന്നേ. ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായിനെ. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോവാ? എടാ ഫ്രാങ്ക്ലിനെ, നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടെ ഉള്ളപ്പോഴേ നിന്നെ ഒരാളും കിഡ്നാപ്പ് ചെയ്യില്ല. നിനക്കൊന്നും സംഭവിക്കില്ല.